ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ കുട്ടികൾ സ്കൂൾ തുറക്കുമ്പോഴും അതേപോലെ തന്നെ പരീക്ഷ വരുമ്പോഴും ഒക്കെ വളരെ താല്പര്യത്തോടു കൂടി ക്ഷേത്ര ദർശനം, ദേവാലയ ദർശനം ഒക്കെ ചെയ്യാറുണ്ട്. അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലുമൊക്കെ ഈ സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് ശ്രദ്ധ, അതായത് അവരുടെ ഉപബോധ മനസ്സിൽ ഒരു ശക്തമായ ഒരു ആഗ്രഹം, ചിന്ത കിടപ്പുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാൻ, അല്ലെങ്കിൽ പഠിച്ച കാര്യം ശരിയായ രീതിയിൽ എഴുതുവാൻ ഒരു ഈശ്വരൻ്റെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് കൂടുതൽ കുട്ടികൾ ഈ ഒരു ഈശ്വര വിചാരത്തെ കണക്കിലെടുക്കുന്നത്. എന്നാൽ ഇത് ആ സമയത്ത് മാത്രം പോരാ. നമ്മൾ ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ഒരു അദൃശ്യമായ ചൈതന്യം, ശക്തി ഉണ്ട്. അത് നിരീശ്വരവാദിയായാലും ഈശ്വരവാദിയായാലും അവരത് ശരിയായ രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ അവരതിനെ പിന്തുടരുന്നുണ്ട്. ആ അദൃശ്യമായിട്ടുള്ള ചൈതന്യത്തെ നമ്മൾ നിരന്തരം സ്മരിക്കുക. ഒരുപക്ഷെ യുക്തിവാദം അല്ലെങ്കിൽ യുക്തി ചിലപ്പോൾ നമുക്കതിന് ഒരു ശരിയായ ഉത്തരം നൽകില്ല. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് പിരിമുറുക്കങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥയെ ശല്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈശ്വര വിചാരം, ദൈവവിചാരം ഇത് വരുമ്പോൾ മറ്റ് ചിന്തകൾ മാറി അവിടെ ശാന്തമായ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ശാന്തത അവിടെ കൈവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ മറ്റു ചിന്തകളൊക്കെ ഒഴിഞ്ഞ് ഇരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവന് ഒരു ശാന്തി, ഒരു സുഖം ലഭിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തി ക്ഷേത്രത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ദേവാലയങ്ങളിൽ പോകുമ്പോൾ മറ്റ് ചിന്തകളൊക്കെ മാറി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക ചൈതന്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുകയാണ്. അങ്ങനെ ഏകാഗ്രപ്പെടുത്തുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ അപാരമായിട്ടുള്ള പവർ, ശക്തി, ആ ശക്തിവിശേഷമാണ് ശരിക്കും അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ദിവസവും വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമ്മൾക്ക് സൃഷ്ടിക്കുവാൻ സാധിച്ചാൽ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകേണ്ട ആവശ്യമില്ല. അതിന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ധ്യാനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ എത്ര കഠിനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്കൂളിലോ കോളേജിലോ പഠിക്കുവാനുണ്ടെങ്കിലും മനസ്സിനെ ഒരു ശാന്തമായ ഒരു സമത്വസ്ഥിതിയിൽ നിർത്തിക്കൊണ്ട് പഠിക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കുവാനും അതിനെ സ്വാംശീകരിക്കുവാനും അതിനെ ഓർമ്മയിൽ കൊണ്ടുവരുവാനും സാധിക്കും. പലപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി കുട്ടികളിലുണ്ട്. പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു ധ്യാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കും. അതിന് പറയുന്നത് നിരന്തരമായിട്ടുള്ള അഭ്യാസമാണ്, പ്രാക്ടീസാണ്. ദിവസവും നമ്മൾ രാവിലെയും വൈകുന്നേരവും മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, എത്ര പഠിക്കാനുണ്ടെങ്കിലും അതെല്ലാം കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. അവിടെ ബുദ്ധിയും ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അന്ധമായ രീതിയിലുള്ള ഒരു ഇതല്ല. അങ്ങനെ മനസ്സിൻ്റെ ശാന്തതയ്ക്ക്,
ബുദ്ധിയുടെ തെളിച്ചത്തിന് നമുക്ക് ഈശ്വര ആരാധന, അതിന് പലപ്പോഴും പല കുട്ടികളും സരസ്വതി ദേവിയുടെ മന്ത്രം ജപിക്കാറുണ്ട്, ശാരദാദേവിയുടെ മന്ത്രം ജപിക്കാറുണ്ട്, അതല്ലെങ്കിൽ ഗായത്രി മന്ത്രം ജപിക്കാറുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ്റെ മന്ത്രം ജപിക്കാറുണ്ട്. ഏത് മന്ത്രമായാലും കുഴപ്പമില്ല. വളരെ ശാസ്ത്രീയമായി ആ മന്ത്രത്തെ രാവിലെയും വൈകുന്നേരവും ഒരു നിശ്ചിത സമയം നമ്മൾ ജപിക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അപ്പോൾ ഈശ്വര സ്മരണയോടുകൂടി ആ പരമ്പൊരുളിനെ സ്മരിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ ആണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം നമ്മൾക്ക് വളരെ ഈസിയായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും. സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.